ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ഹഫ്സാസ് വേൾഡ്. വെറും അരമണിക്കൂർ കൊണ്ട് 1 കപ്പ് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരികൊക്കെ നല്ല മൊരിഞ്ഞ പാലപ്പം റെസിപ്പിയാണ് കാണിക്കുന്നത്. കൂടെ തന്നെ ഞാനൊരു കറിയുടെ റെസിപ്പി കൂടി, അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മസാലയൊന്നും വഴറ്റാത്ത ഒരു കിടിലൻ റെസിപ്പി. അപ്പോൾ എന്താണ് വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നതൊക്കെ ഒന്ന് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വെറും അരമണിക്കൂർ കൊണ്ട് തേങ്ങയോ ചോറോ ഒന്നും ചേർക്കാത്ത നല്ല സൂപ്പർ സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറേശ്ശെയായിട്ട് ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തുടരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ചെറുതീയിലിട്ട് ഇളക്കി നമുക്കിതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി കട്ട പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി, നേരത്തെ എടുത്ത ആ ഒരു പൊടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പോളം വറുത്ത അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിന് തന്നെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. തരിയും കട്ടകളും ഒന്നും ഇല്ലാതെ നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുറുക്കിയ അരിയുടെ ബാറ്ററും ഈ ബാറ്ററും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. വെള്ളം പോരാ എന്ന് തോന്നിയാൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ബാറ്റർ ഒന്ന് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 പിഞ്ച് സോൾട്ട് കൂടി ചേർത്ത് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ബാറ്ററിൻ്റെ തിക്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ബാറ്റർ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൂടുള്ള കുക്കറിലേക്ക് ഇത് ഇറക്കി വയ്ക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് പൊന്തി കിട്ടുന്നതാണ് കേട്ടോ. ഇനി അതല്ല, സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ വാം വാട്ടറിൽ അല്പം പഞ്ചസാര ചേർത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ അതൊന്ന് കുതിർത്തതിന് ശേഷം വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഞാനിതാ പ്രഷർ കുക്കർ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ, നല്ല സോപ്പ് പത പോലെ അപ്പത്തിൻ്റെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്റർ തിക്കാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പം ചുട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചോറോ അരിയോ തേങ്ങാപ്പാലോ തേങ്ങയോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫീഡ്ബാക്ക് പറയണം. തേങ്ങയൊന്നും ചേർത്തില്ലെങ്കിൽ കൂടി തേങ്ങയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഇതിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതും തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു റെസിപ്പി. സവാള ഇട്ട് വഴറ്റി ഒത്തിരി സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പത്തിൻ്റെയും റൊട്ടിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ്. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു സവാള, ഒരു തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഒരു ക്യാപ്സിക്കം, മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ഒരു
നാരങ്ങയുടെ പകുതിയുടെ നീര് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാനൊരു ചിക്കൻ ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ദാ ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ കിട്ടുന്നതാണ്. ഇനി ഇത് ചെറു തീയിൽ മൂടി വെച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 3 മുതൽ 4 മിനിറ്റ് കഴിയുന്നതനുസരിച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുഴഞ്ഞ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങാപ്പാലൊന്നും ഞാൻ ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് അല്പനേരം കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. 5 or 6 കാഷ്യൂനട്ട് മതിയാകും. ഇതൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അതൊന്ന് അരച്ചെടുത്ത കാഷ്യൂനട്ടിൻ്റെ ആ ഒരു പേസ്റ്റാണ് കേട്ടോ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഈ ഒരു മെത്തേഡിൽ ചിക്കനിലാണ് ചെയ്തെടുക്കാറ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും എന്തിന് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കിടിലൻ മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ കൂടി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മുട്ട റോസ്റ്റല്ലേ ഇവിടെ റെഡി ആയത്. അപ്പോൾ എന്തായാലും ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി മുട്ട പുഴുങ്ങുന്ന സമയത്ത് അതിനുള്ളിലുള്ള ഉണ്ണി ഉറച്ചു പോകാതെ നല്ല മെൽറ്റിംഗ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് മുട്ട മൂടിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. അതിനോടൊപ്പം തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് മുട്ട ചേർത്ത് കൊടുക്കുക. ഒരു 6 മിനിറ്റ് ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ 6 മിനിറ്റ് കറക്റ്റ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ടൈമറൊക്കെ സെറ്റ് ചെയ്ത് 6 മിനിറ്റ് കഴിയുമ്പോൾ ഈ ചൂടുള്ള മുട്ട തിളച്ച വെള്ളത്തിൽ നിന്നും നേരെ നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചൂട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മുട്ടയുടെ തോടൊന്ന് ഒലിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് തോട് മാറ്റാൻ കഴിയും. മുട്ടയുടെ വെള്ള ഭാഗം നല്ല ഉറച്ചും ഉണ്ണി നല്ല മെൽറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച പാലപ്പം അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ക്രീമി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.